ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇൻവിസിബിൾ നെക്ലസ് സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ കൂടി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെറ്റിൽ വരുന്നത് ഈ ഒരു 3 പീസ് മാംഗോയാണ് വരുന്നത്. പിന്നെ ഇതിനകത്തൊരു 4 ജോഡി നമ്മുടെ ബാക്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഹൂക്ക് വരുന്നുണ്ട്. ഇത് 4 എണ്ണം വരുന്നുണ്ട്. ഒരെണ്ണത്തിന് ഏകദേശം 20 റുപ്പീസ് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മൈക്രോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ബോൾ വരുന്നുണ്ട്. ഗോൾഡ് കളർ ബോളാണ് വരുന്നത്. പിന്നെ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ചെറിയ മാംഗോ എടുക്കാം. ഇത് വരുമ്പോൾ 6 ഉണ്ടാവും. ഇതിൽ 3 ആണ് വരുന്നത്. ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഇത് 3 ആണ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഇതുപോലത്തെ ഗിയർ വയർ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻവിസിബിൾ നെക്ലസ് ഉണ്ടാക്കാനായിട്ടുള്ള ഗിയർ വയർ. അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു ഗിയർ ലോക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെറ്റിനകത്ത് വരുന്നത്. ഇതൊരു പാക്കറ്റ്, പിന്നെ നമ്മുടെ ഗിയർ വയർ, അതുപോലെ ഈ ഒരു ഹൂക്ക് 4 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗോൾഡൻ ബീഡ്സ്, പിന്നെ ഇതിനോടൊപ്പം ഗിയർ ലോക്ക് കൂടി വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ 400 റുപ്പീസാണ് കേട്ടോ വരുന്നത്. ഈ ഒരു സെറ്റിന് വരുന്നത് 400 റുപ്പീസാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ളവർക്ക് ഓർഡർ ചെയ്യാൻ ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മതി. 400 മാത്രമേ വരുന്നുള്ളൂ. ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 15 ഇഞ്ച് സൈസിനകത്താണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഇറങ്ങി കിടന്നു കഴിഞ്ഞാൽ അത് ഇൻവിസിബിൾ ചെയിൻ ഇടുന്ന സമയത്ത് അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഒരു 15 ഇഞ്ച് 16 നമ്മൾ മാക്സിമം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കസ്റ്റമൈസ് ആയിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ നെക്കിൻ്റെ സൈസ് എങ്ങനെ വരും അതനുസരിച്ചിട്ട് ചെയ്യുന്നതാണ്. അതല്ല റെഡിമെയ്ഡ് ആയിട്ടാണെങ്കിൽ 16 ഇഞ്ചാണ് മാക്സിമം. 16, 15 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു പെൻഡൻ്റാണ്. ഇതിൻ്റെ ഇയറിങ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു ആനിക് സെറ്റാണ് കേട്ടോ. ഇതൊരു പീകോക്കിൻ്റെ ഡിസൈൻ വരുന്നതാണ്. താഴെ വന്നിട്ട് പേളാണ് ഹാങ്ങിങ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലോക്കറ്റ് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഓരോ സൈഡിലും ഒരു ഗോൾഡൻ ബീഡ്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതങ്ങ് ലോക്ക് ചെയ്യാം. അപ്പോൾ 2 ഗോൾഡൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ ഒരെണ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഒരു ഗോൾഡൻ ബീഡ്സ് 2 സൈഡിൽ ഇട്ട് കൊടുത്ത് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഇത്തരത്തിലുള്ള ഇമിറ്റേഷൻ ഗോൾഡ് ജ്വല്ലറീസൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെളിയിൽ വയ്ക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ മാക്സിമം നമ്മളിതൊരു കവറിനകത്താക്കിയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ക്ലോത്തിനകത്ത് പൊതിഞ്ഞോ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കളറ് ചേഞ്ച് ആവത്തില്ല. അപ്പോൾ അത് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. വെളിയിലൊക്കെ നമ്മൾ ഓപ്പൺ എയറിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളർ പെട്ടെന്ന് പോകും. അപ്പോൾ അതാ നമ്മളിവിടെ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ ഈ ഒരു ഹൂക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അത്ര മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മളിത് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ പോകത്തില്ല കേട്ടോ. പ്ലേറ്റ് ഇതിപ്പോൾ മൈക്രോയാണ്, അത് കാരണം അധികം അങ്ങനെ കളറ് ചേഞ്ച് ആവത്തില്ല. പക്ഷെ നമ്മൾ പ്ലേറ്റ് ചെയ്യാത്ത, അതായത് മൈക്രോ അല്ലാത്ത നോർമൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അത് കൊടുക്കുകയാണെങ്കിൽ കളർ പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഓപ്പൺ എയറിൽ വയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി കളർ പോവാതെ വരും. അല്ലാത്ത പക്ഷം അത് പെട്ടെന്ന് തന്നെ കളർ പോകും. അപ്പോൾ ഞാൻ ഇവിടെ ബാക്ക് സൈഡിൽ ഞാനിവിടെ ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഞാൻ ഒരു ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൂക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗിയർ ലോക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു വയർ വന്നിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് ടൈറ്റ് ആവും. അപ്പോൾ അതവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ ഫിക്സ് ആയിക്കൊള്ളും. കണ്ടോ? അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി കിടക്കുന്ന ഈ ഒരു വയർ വന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും കട്ട് ചെയ്യാനായിട്ട് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽ കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എൻഡ് പോർഷനിൽ വെച്ച് തന്നെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ ആ സൈസ് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. അതല്ലെങ്കിൽ അതൊരു ഡിഫോൾട്ടായിട്ട് വരും. ഒരു ഫിനിഷിങ് വേണമെങ്കിൽ നമ്മൾ രണ്ട് സൈഡും കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് വേണം അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമായിട്ടുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 3 to 4 വർക്കിംഗ് ഡേയ്സിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ വാട്സപ്പിൻ്റെ കാറ്റലോഗിൽ നമ്മുടെ ജ്വല്ലറീസിൻ്റെയൊക്കെ ഡിസൈൻസ് ജ്വല്ലറീസൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കാറ്റലോഗിൽ പോയി ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അതുവഴി തന്നെ ഓർഡർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മളിത് സൈസ് നോക്കുക കേട്ടോ. സൈസ് നോക്കിയിട്ട് വേണം ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ ചാനൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും കമൻ്റായിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് അയക്കുന്നുണ്ട്. അതുപോലെ വാട്സപ്പ് നമ്പറിലും വീഡിയോസൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തങ്ങ് കളയാം, ബാക്കി ബാലൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഇൻവിസിബിൾ നെക്ലസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇയറിങ്സ് നോക്കിയേ, അതുപോലെ തന്നെ നല്ല രസമായിട്ട് വരുന്ന ഒരു പീകോക്ക് മോഡലിൽ ഉള്ള ഒരു ഇയറിങ്സാണ് ഇതിൻ്റെ.